ശിവാനി, ഈ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് നിനക്ക് വിഷമമായോ? പക്ഷേ നീ ചരട് കെട്ടാത്തത് കൊണ്ട് എനിക്ക് വിഷമമായില്ലേ മോളെ? അതുകൊണ്ടാ ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. നീ ആ കൈ നീട്ട്. അല്ല മുത്തശ്ശി, ഞാൻ തന്നെ പിന്നെ. എന്താ മോളെ, പിന്നെ നീ അതങ്ങ് മറന്നു പോകുന്നേ. അതുകൊണ്ടാ ഞാൻ തന്നെ കെട്ടാന്ന് പറഞ്ഞത്. കൈ കാണിക്കും മോളെ. നോക്ക്, ഇത് കെട്ടിക്കഴിഞ്ഞാ നിന്റെ ഭർത്താവിനുണ്ടല്ലോ ദീർഘായുസായിരിക്കും മോളെ. നോക്കിക്കോ. ശിവാനി, നാളത്തെ ദിവസം കഴിഞ്ഞ നിനക്ക് തന്ന വാക്കെനിക്ക് പാലിക്കാൻ പറ്റാതായി പോവും. നീ എന്നോട് ചോദിച്ചതുപോലെ നിന്റെ കഴുത്തിലിട്ട താലിയിൽ നിന്ന് മുക്തി തരാൻ ഞാൻ. ആ താലിയിൽ നിന്ന് മുക്തി കിട്ടുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ശാശ്വതമായി പോയാലാണ്. എന്റെ പ്രാണൻ അങ്ങനെ നിന്നുപോയാൽ എന്റെ പേരിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കളങ്കം മാറിക്കിട്ടും. എനിക്ക് നിന്നെ കിട്ടില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞ, നിന്റെ മനസ്സിനെ സ്വീകരിക്കില്ലെന്ന് ഉറപ്പായ, പിന്നെ ഞാൻ നിനക്ക് ഒരിക്കലും ശല്യമാവാത്ത ഒരു സ്ഥലത്തിലേക്ക് പോകും ശിവാനി. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എന്റെ അവസാന ശ്വാസം വരെ നിന്നെ തന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്തൊരു കല്യാണം, ഇഷ്ടമില്ലാത്തൊരു ഭർത്താവ്, ഒന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല. എന്നാലും എല്ലാരും എപ്പോഴും അത് തന്നെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇത് കൈ കെട്ടിയ അവന്റെ ആയുസ് കൂടും അത്രേ. ആരുടെ ആയുസ് കൂടാൻ വേണ്ട, എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. വേണ്ട, ഇതിനി എന്റെ കയ്യിൽ ഇങ്ങനെ വേണ്ട. എന്റെ വില ഇതാണല്ലേ? അല്ല ശിവാനി, നീ എന്നെ ഇത്രയധികം വെറുക്കുന്നുണ്ടോ? മുത്തശ്ശി അവരെയൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നല്ലതാവാൻ വേണ്ടി ഇത് കയ്യിൽ തന്നു. നിനക്ക് ഇഷ്ടമല്ലാന്നും പറഞ്ഞ് നീ ഇത് വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? ഇത് കെട്ടാതിരുന്നു കഴിഞ്ഞാ എന്റെ ആയുസ് കുറയും, നിനക്കും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സ്വാമിജി മുത്തശ്ശിക്ക് കൊടുത്തത്. അതുകൊണ്ടാ മുത്തശ്ശി നിർബന്ധിച്ചത്. പാവം. അതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട ശിവാനി. മരണമെന്നത് സ്വാഭാവിക. നമ്മൾ ഈ ചരട് കിട്ടിയെന്ന് വിചാരിച്ച് മരിക്കില്ലെന്ന് പറയുന്നതൊക്കെ തെറ്റ് തന്നെ. മരണം ഏത് സമയത്ത് ഏത് രൂപത്തിൽ വരുമെന്ന് ആർക്കും അറിയില്ലേ. പക്ഷെ നമ്മൾ ജീവനോടെ ഉള്ളത് വരെ സന്തോഷമായിട്ടിരിക്കണമെന്നേ ഉള്ളൂ. അതുവരെ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ശിവാനി, ഞാനിവിടേക്ക് വന്നത് ഇതൊന്ന് തന്നിട്ട് പോകാൻ വേണ്ടിയാ. ഇതാ. എന്താ ഇത്? കത്താണ്, ലെറ്റർ. അതെനിക്കും അറിയാം. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്റെ ഹൃദയത്തിന്റെ വാക്കുകളാ. ശിവാനി, എന്തായി ചെയ്യുന്നത്? അത് ചുമ്മാ കീറിക്കളയാണോ? തൃശൂർ, എനിക്കിതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ കത്തെഴുതുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോരോ കള്ളങ്ങൾ എഴുതി വെക്കുന്നത്. ഒരു പെണ്ണിന്റെ മനസ്സിൽ 100,000 സ്വപ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം പിച്ച് ചീന്തി കളയുന്നത്. വേണ്ട, ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. ശിവാനി, നീ ഇത് വേണ്ടെന്ന് പറയണ്ട. നീ എനിക്ക് 3 ദിവസത്തെ സമയം തന്നിരുന്നു. അതിൽ ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ നീ എന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്തിരിക്കും. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാന്നുള്ള തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ ഈ കത്ത്? ഞാൻ എന്തായാലും പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ താണ്ടി നീ എന്നെ പ്രണയിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മുന്നോട്ടേക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കിയാലേ പറ്റൂ എനിക്ക്.
അപ്പൊ നിന്നോട് സംസാരിക്കാൻ ഇതുപോലെ സമയം കിട്ടിയില്ലെങ്കിലോ? ഇനി ഉണ്ടെങ്കിലും നീ എന്റെ വാക്കുകൾ കേൾക്കുന്ന എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്. ശിവാനി പ്ലീസ്, അതിപ്പോ വായിക്കണ്ട. നാളെ ഞാൻ തോറ്റു പോവാണെങ്കിൽ വായിച്ചാ മതി. ജയിച്ച നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഓ ശിവാനി, നീ പറയുന്നത് സത്യമായി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ ഒരു മഹാറാണിയെ പോലെ ആയിരിക്കും. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞാ മതി. ജയിച്ചു കഴിഞ്ഞാ രണ്ടാളും ഒരുമിച്ചിരുന്ന് കത്ത് വായിച്ചിട്ട് കീറിക്കളഞ്ഞ പോരെ? ഇങ്ങനെയുള്ള 100 കത്തുകൾ എനിക്ക് തന്നാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. 2 ദിവസം കൊണ്ട് തന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി 1 ദിവസം കൊണ്ട് എന്തുണ്ടാക്കാനാ? നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കാം? ഇതുവരെ പോയില്ലേ? ശിവാനി, അത് നീ ചോദിച്ച സമയം ഇന്നലത്തോടെ തന്നെ തീർന്നതല്ലേ? തീർന്നു. തീർന്നിട്ട് പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഒരു ദിവസം കഴിയുന്നത് രാത്രി 12 മണിയാവുമ്പോഴാ. നിനക്കിപ്പോഴും അത് കഴിഞ്ഞിട്ടില്ലെന്നാണോ? കഴിഞ്ഞു ശിവാനി, എനിക്കറിയാം. പക്ഷെ നിന്നോട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ഇനി എന്ത് സംസാരിക്കാനാ നിനക്ക്? ഓ, എന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി നിനക്ക് 3 ദിവസം മതിയായില്ല, 3 വർഷം സമയം വേണമെന്ന് പറയാനാണോ വന്നത്? എനിക്കറിയാം തൃശൂൽ, നീ നിന്റെ വാക്കുകൾ പാലിക്കുന്നവനല്ല. ഓരോ കാര്യവും മാറ്റി മാറ്റി പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നവനാ. ഏത് സമയത്ത് വേണമെങ്കിലും നിനക്ക് വാക്ക് മാറ്റി പറയാൻ പറ്റും. ശിവാനി, മിണ്ടരുത്. നീ മിണ്ടാനുള്ള അധികാരം നഷ്ടപ്പെടുത്തിയിട്ട് കുറെ നാളായി. ശിവാനി പ്ലീസ്, അങ്ങനൊന്നും പറയില്ലേ. എന്തേ? ഞാൻ പറയുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റേത് അത്ര കഠിന ഹൃദയമൊന്നുമല്ല. എന്നാലും എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല. എനിക്കെന്റെ പ്രണയമാണ് മുഖ്യം. ആ പ്രണയം സഫലമാക്കാൻ നീ എന്നെ സമ്മതിച്ചില്ല. അവസാനം അത് എന്റെ മനസ്സിലെങ്കിലും ഞാൻ സൂക്ഷിച്ചോട്ടെ. നീ എന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിച്ചപ്പോഴും എന്നെ പ്രണയിക്കെന്ന് പറഞ്ഞ് ഓരോ തവണ ശല്യപ്പെടുത്തിയപ്പോഴും ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞ് വെറുതെ ഇരിക്കുക ചെയ്തത്. പക്ഷെ ഇപ്പോ നീ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചു തൃശൂൽ. നിനക്കെന്റെ മനസ്സിന്റെ വേദന ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ പറയാതെ അത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയതുമില്ല. എന്റെ ജീവിതം ഇപ്പൊ പടുകുഴിയിലാണ്. അതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കണം. എന്നുവെച്ചാ എന്നെ വിട്ട് നിനക്കൊരു ജീവിതം ഉണ്ടെന്നാണോ ശിവാനി? എന്തുകൊണ്ടായിക്കൂടാ? നീ എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല.
ഞാൻ ആഗ്രഹിച്ചത് വേറെ, എനിക്ക് കിട്ടിയത് വേറെ. എന്റെ ഉള്ളിലുള്ള രഹസ്യം ഞാൻ നിറവേറ്റാതെ പോയാൽ എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല. ആ, ശിവാനി, എന്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്. അപ്പൊ പിന്നെ അത് നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോ എന്നോട് പ്രണയം തോന്നിയേക്കാം. എന്ന് വെച്ചാ ഇനിയും നിന്നോട് പ്രണയം തോന്നാന്നാണോ? എന്താ ശിവാനി, ഒരിക്കലും തോന്നില്ലേ? ഒരിക്കലും നിന്റെ മനസ്സ് മാറില്ലേ? നിനക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? നീ 3 ദിവസം ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ. തോൽവി സമ്മതിക്കാൻ പഠിക്ക തൃശൂൽ. നീ 3 ദിവസത്തെ സമയം ചോദിച്ചപ്പോ ഞാൻ അത് നിനക്ക് സമ്മതിച്ചു തന്നില്ലേ? നോക്ക് തൃശൂൽ, ഞാൻ നിന്നോടിപ്പോ താഴ്മയായിട്ടാ സംസാരിച്ചോണ്ടിരിക്കുന്നെ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ഹൃദയത്തിന്റെയും എന്റെ മനസ്സിന്റെയും അനുവാദത്തോടു കൂടി മാത്രമായിരിക്കും. ദയവേത് വീണ്ടും വീണ്ടും പഴയത് തന്നെ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കും. തൃശൂൽ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ചിലപ്പോ 3 ദിവസം കൂടെ ചോദിച്ചേക്കാം, 3 വർഷം കൂടെ ചോദിച്ചേക്കാം. 3 വർഷമല്ല, 3 ജന്മം തന്നെ കഴിഞ്ഞാലും എനിക്ക് നിന്നോട് പ്രണയം തോന്നാൻ ഒരു സാധ്യതയും ഇല്ല. ഒട്ടും സാധ്യതയില്ലേ? ഇല്ല ഇല്ല ഇല്ല. വെറുതെ അത് തന്നെ ചോദിക്കണ്ട. സാധിക്കില്ല. അത് നീ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് എനിക്കൊരു മുക്തി തരണം നീ. ആയിക്കോട്ടെ ശിവാനി, ഞാൻ നിനക്ക് ഇതെന്ന് മുക്തി തരാം. പക്ഷെ അവസാനമായിട്ടും ചോദിച്ചോട്ടെ, എന്നെ നിനക്ക് ഒരിക്കലും സ്വീകരിക്കാൻ തോന്നില്ലേ? എന്നോട് എന്തെങ്കിലും നിനക്ക് സ്നേഹം തോന്നില്ലേ? ഇല്ല, എല്ലാ സ്നേഹവും ചുട്ട് ഭസ്മമാക്കി കഴിഞ്ഞു ഞാൻ. ഇനി നിന്റെ ഒരു ചോദ്യത്തിനും ഉത്തരം തരേണ്ട ആവശ്യമേ എനിക്കില്ല. എല്ലാ ഓർമ്മകളും മായ്ച്ച ശേഷം സ്നേഹം എവിടുന്ന് തോന്നാനാ? തൃശൂൽ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഒന്നാവാൻ ഒരു കാരണവും ഇല്ലല്ലോ. എന്റെ അറിവ് വെച്ച് ഒന്നാവാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടി വരും. പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വാദിക്കാൻ നിൽക്കണ്ട. ഞാൻ നിന്നോട് കൈകൂപ്പി അപേക്ഷിക്കാൻ ദയവേത് പോ. ആയിക്കോട്ടെ ശിവാനി, ശരിയപ്പോ. നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ നിനക്കൊരു കത്ത് തന്നിരുന്നു. ഞാൻ തന്ന കത്ത് വായിക്കാനുള്ള സമയം വന്നിരിക്കും. ഞാൻ ജയിച്ചിരുന്നെങ്കിൽ അത് ഒരുമിച്ചിരുന്ന് തന്നെ വായിക്കായിരുന്നു. ഇനിയിപ്പോ അതിന് പറ്റില്ലല്ലോ. പറ്റിയ ഞാൻ വായിച്ചോളാം. അതിനും ഇനി നിർബന്ധിക്കണ്ട. പോയിട്ട് വരാം ശിവാനി. വരാൻ എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ല. ശരി, ഞാൻ ഇറങ്ങാം. തൃശൂൽ, നീ എഴുന്നേറ്റോ? കോഫി കുടിച്ചോ മോനെ? ഭാര്യ വന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു കോഫി നിനക്ക് വേണ്ടല്ലോ. അമ്മേ,
എന്തു പറ്റിയടാ? തൃശൂർ, നീ എന്തിനാ എന്റെ കാലിൽ വീഴുന്നത്? എഴുന്നേക്ക്. എന്തു പറ്റിയെന്ന് പറയടാ. ഒന്നുമില്ല മാം, അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു, അതുകൊണ്ടാ. അത്രേ ഉള്ളൂ. നീ പോകുന്ന കാര്യം നന്നായി നടക്കും. സന്തോഷത്തോടെ പോയിട്ട് വാ. പോയിട്ട് വാ. ബ്രോ, എടത്തി എവിടെ? ഇതുവരെ എഴുന്നേറ്റില്ലേ? എണീറ്റു. നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ നോർമലായിട്ട് തന്നെ ഇരിക്കുന്നത്. വീണമോളെ, ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? വെറുതെ ചോദിച്ചതേ ഉള്ളൂ, നീ പറ. നീ ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? ഇനി ഒരിക്കൽ പോലും ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ. ചോദിക്കാൻ ഞാൻ ഇനി ഉണ്ടാവില്ലല്ലോ.